ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ചൂട് സമയത്തും അതുപോലെ ഈ നോമ്പ് സമയത്തും വിശപ്പും ദാഹവും ഒരുപോലെ മാറ്റാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്. നിങ്ങൾ ഇതുവരെ കഴിച്ചു നോക്കാത്തതും പരീക്ഷിച്ച് നോക്കാത്തതും പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർക്കാത്ത ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുണ്ടാക്കാനായി നമുക്ക് ആദ്യം വേണ്ടത് അരക്കപ്പ് സേമിയാണ്. സേമിയ വറുത്തതോ വറുക്കാത്തതോ ആയ സേമിയ എടുക്കാം. വറുത്ത സേമിയ ആയാലും വറുക്കാത്ത സേമിയ ആയാലും നമ്മൾ ഒന്നുകൂടി 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ ഇത് ഇവിടെ ഞാൻ എടുത്ത് വറുത്ത സേമിയാണ്. ഇനി ഇത് നമ്മളൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയിൽ ഒന്ന് പൾസ് ബട്ടൺ അമർത്തിയാൽ മതി, കാരണം രണ്ടായി മുറിഞ്ഞാൽ മതി, അധികം പൊടിയരുത്. ഇനി ഞാൻ എടുക്കുന്നത് പാലാണ്. 500 ml പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കൃത്യം അളവ് പാത്രത്തിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി എടുക്കുന്നുള്ളത് മിൽക്ക് പൗഡറാണ്. 2 സ്പൂൺ മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഈ ചൂടായി വരുന്ന പാലിൽ നിന്ന് നമുക്ക് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഈ പാല് തിളക്കേണ്ട ആവശ്യമില്ല, നന്നായി ഒന്ന് ചൂടായാൽ മാത്രം മതി. ചൂടാകുന്ന സമയത്ത് നമുക്ക് ഈ പൊടിച്ച് വെച്ച് സേമിയ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, തീരെ പൊടിയാവേണ്ട ആവശ്യമില്ല. ഞാൻ ഒന്ന് പൾസ് ബട്ടൺ പ്രസ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇത് ചൂടാക്കിയതിന് ശേഷം വേണം ഇത് പൊടിക്കാൻ, അത് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഒരു ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത്. പെട്ടെന്ന് വെന്ത് കുറുകേണ്ട ആവശ്യമില്ല, മൂടി വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, കാരണം നമ്മളിത് പൊടിച്ച സേമിയ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടും. ഇതുപോലെ കുറച്ച് സമയം ഞാനതൊന്ന് മൂടി വെച്ച് വേവിച്ചിരുന്നു. അപ്പോൾ ഇതാ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിൽക്ക് പൗഡറാണ് കേട്ടോ. മിൽക്ക് പൗഡർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കസ്റ്റർഡ് പൗഡർ ആണെങ്കിൽ അതുകൂടി മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഈ നോമ്പ് സമയത്ത് എല്ലാവരും ഇതുപോലെ ദിവസവും ഏതെങ്കിലും ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കഴിക്കുന്നതാണ്. അപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണെങ്കിൽ എല്ലാവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർക്കാത്ത ഡ്രിങ്ക് നമുക്ക് എങ്ങനെ നല്ല മധുരത്തോടു കൂടി തന്നെ ഉണ്ടാക്കാം, കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന രീതിയിൽ ഉണ്ടാക്കാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതിൽ അത് രണ്ടും ചേർക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇതാ നന്നായി വെന്തിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്കിതൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ പാത്രത്തിലേക്ക് ഞാൻ തണുക്കാനായി ഒഴിച്ചു വെക്കുന്നുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് മധുരം വരുത്താനായി നമുക്ക് എന്തെന്ന് ചേർക്കാമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഇത് 1 മണിക്കൂർ സമയം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഇതുപോലെ തണുപ്പിച്ചെടുത്തതിന് ശേഷം ഞാനിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് റോസ് എസൻസ് ആണ്. ഒരു 3-4 ഡ്രോപ്പ് റോസ് എസൻസ് ചേർക്കുന്നുണ്ട്. ഇത് വെറുതെ കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ്. ഇത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇതേ കളർ തന്നെ മതിയെങ്കിൽ ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ഈ ഫ്ലേവർ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ എസൻസ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പൊമഗ്രാനൈറ്റ് ആണ്. 1 കപ്പ് പൊമഗ്രാനൈറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഞാൻ കുറച്ച് ഡ്രൈ നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. എൻ്റെ കയ്യിൽ പിസ്തയും ബദാമും ഞാൻ ഇതിലേക്ക് ചെറുതായി നുറുക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള കാഷ്യൂനട്ടോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ 3-4 ഡേറ്റ്സ് കുറച്ച് പാലിൽ അരച്ച് ചേർത്തിരുന്നു. അത് എനിക്ക് വീഡിയോ നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഒരു 2 ഡേറ്റ്സ് ഇതുപോലെ മുറിച്ചും ചേർത്തിരുന്നു. അപ്പോൾ ആ അരച്ച് ചേർക്കുന്ന വീഡിയോ എടുത്തത് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഡേറ്റ്സ് കുറച്ച് പാലിൽ അരച്ച് ചേർത്താണ്. അപ്പോൾ നമ്മുടെ ഇത് നല്ല മധുരം ഉണ്ടാകും, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും. പിന്നെ ഞാൻ ചേർക്കുന്ന ഫ്ലാക്സ് സീഡാണ്. ഇതുപോലെയുള്ള ഫ്ലാക്സ് സീഡാണ്. ഈ ഫ്ലാക്സ് സീഡ് ഇല്ലെങ്കിൽ സബ്ജ സീഡ് ഇതുപോലെ കുതിർത്ത് വെക്കാം. ഞാൻ ഇന്നലെ രാത്രി തന്നെ ഫ്ലാക്സ് സീഡ് 1 സ്പൂണാണ് കേട്ടോ കുതിർത്ത് വെച്ച വെള്ളത്തിൽ. ഇതിലടങ്ങിയിരിക്കുന്ന ഒമേഗ 3 നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ക്യാൻസർ കോശങ്ങളെ തടയാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. കാൽഷ്യം, മിനറൽസ്, മാഗ്നീഷ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ BP കൺട്രോൾ ചെയ്യാനും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും നമ്മുടെ ബോൺ ഹെൽത്തിനും എല്ലാം ഒരുപോലെ സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ അതിലൊരുപാട് ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രായമുള്ളവർക്ക് കോൺസ്റ്റിപ്പേഷൻ പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാം ഇത് കഴിക്കുന്നത് ഗുണം ചെയ്യും. അപ്പോൾ നിർബന്ധമായും എല്ലാവരും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് ഇത്രയും കട്ടിയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ, ഞാനിതൊരു സ്മൂത്തി പോലെ കഴിക്കാനാണ്, ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് തണുത്ത വെള്ളമോ അല്ലെങ്കിൽ തണുപ്പിച്ച പാലോ അല്ലെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സോ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായി തണുത്ത കൊണ്ട് തന്നെ ഐസ് ക്യൂബ്സ് ഞാൻ പ്രത്യേകിച്ച് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചൂട് സമയത്ത് നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സോ നട്ട്സോ നമുക്ക് ഇതിനായി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത് തന്നെ ഒരു വെറൈറ്റി ജ്യൂസിൻ്റെ വീഡിയോ ആയി വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.